ഹലോ മുത്തുമണികളെ. ഞാൻ എൻ്റെ ആദ്യത്തെ ചാനലായ ബീൻ ഫാമിലി ജാൻ 17 എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ ചാനലിൽ നിന്നും കുറച്ചധികം വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ചാനൽ വഴി വരും എന്നുള്ളത്. നമ്മളെല്ലാവരും തന്നെ ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സൂയിസൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കേരള സമൂഹത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വൈറലാകാനുള്ള ആഗ്രഹം, അവരുടെ ചാനൽ എന്താ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്തോ വൈറലാക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ ചെയ്ത ആ ഒരു ചതിയാണ് ഒരു മനുഷ്യന്റെ, അതായത് ഒരു അഭിമാനിയായ ഒരു മനുഷ്യന്റെ മരണത്തിലേക്ക് കലാശിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഇതുപോലൊരു അവസരം കടന്നു പോയതാണ്. എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ചില തൽപര കക്ഷികളുടെ വലയിൽ വീണു പോയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കുറച്ചധികം സാമ്പത്തികം ഇവറ്റകൾ ചൂഷണം ചെയ്തത് ഞാൻ അറിഞ്ഞ നിമിഷം ഞാനത് പരസ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാനത് പരസ്യപ്പെടുത്തുന്നതിന് മുൻപ് ഇവറ്റകൾ എന്താണ് ചെയ്തത് എന്നറിയാമോ? നമുക്ക് ആ സ്റ്റോറിയിലേക്കൊന്ന് പോകണ്ടേ? അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കിത് കേട്ട് പഴകിയ കഥയായിരിക്കും. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കിത് പുതിയ കഥയായിട്ട് തോന്നും. പക്ഷേ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഞാൻ നേരിട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഒരു കള്ളത്തിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കള്ളത്തിയെ എനിക്ക് എങ്ങനെയാണ് അറിയാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. ഇവരുടെ ഒരുപാട് കളവുകൾ ഇവരുടെ വീഡിയോകൾ വെച്ച് തന്നെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ രണ്ട് ബുദ്ധിമതികളും ബുദ്ധിമാനുമായ ഒരു ഡാഗിനിയും കുട്ടൂസനും എൻ്റെ ഫോളോവറായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഭയങ്കരമായ മോഹിപ്പിക്കുന്ന കമന്റുകളൊക്കെ ഇട്ടുകൊണ്ട്, വലിയ വലിയ പാരഗ്രാഫുള്ള കമന്റുകളൊക്കെയാണ് കേട്ടോ ഇവറ്റകൾ ഇടുന്നത്. ഡാക്കിനി അത് കറക്റ്റ് ആണ് എന്നൊരു കമന്റ് മാത്രമേ ഇടുകയുള്ളൂ. എന്തായാലും ഇവർ വന്നപ്പോൾ ഞാൻ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഒരു വലിയ വിശ്വാസിയാണ്, ഇയാൾ ഒരു വലിയ വിശ്വാസിയാണ് എന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ആദ്യമായിട്ട് ലൈവ് ഇട്ടപ്പോൾ, ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് ഫസ്റ്റ് ടൈമിൽ ഞാനൊരു ലൈവ് ഇട്ടപ്പോൾ ഈ കുട്ടൂസന് വേറൊരു പുള്ളിക്കാരന്, ഒരു നോവലെന്നോ എന്തോ പറയുന്ന ഒരു പുള്ളിക്കാരനും കൂടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാഗിനിയുടെ ലൈവുകൾ നിങ്ങൾ കാണാറില്ലേ? ആ ലൈവുകളിൽ ഞങ്ങൾ വരാറുണ്ട് എന്ന്. ഞാനും വിചാരിച്ചു എനിക്ക് ആ ഡാഗിനിനെ അറിയാമായിരുന്നു കേട്ടോ. കാരണം ഈ പുള്ളിക്കാരത്തിനെ എല്ലാവരും കൂടി സൈബർ അറ്റാക്ക് ഒക്കെ ചെയ്ത് ഒരു മൂലയ്ക്ക് കൊണ്ടുവന്ന് തള്ളിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം കരുതിയിരുന്നത് ഡാഗിനിനെ എല്ലാവരും കൂടി ചതിച്ചു കൊണ്ടുവന്ന് ഒരു മൂലയ്ക്ക് തള്ളിയിട്ടതാണ് എന്നാണ്. ഞാൻ പാവപ്പെട്ട എളിയ മനസ്സുള്ള ഞാൻ കരുതിയിരുന്നത്. അങ്ങനെ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ആ ഡാഗിനിയുടെ ലൈവിലേക്ക് ചെന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ലൈവിൽ നിന്നും, ആ ലൈവ് എനിക്ക് ഭയങ്കര രസമായിട്ടാണ് തോന്നിയത്. കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായ സ്വീകരണം എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ലൈവിലെ നിത്യ സന്ദർശകയായി മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഞാൻ വിമർശിച്ചു കൊണ്ടിരുന്ന ഒരു പാവം പിടിച്ച ഒരു ഉമ്മയുണ്ടായിരുന്നു. എന്താ ആ ഉമ്മ എന്നറിയാവോ? ആ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, മരണപ്പെട്ടു പോയ തൻ്റെ ഭർത്താവിനെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കും. എനിക്കോ, എൻ്റെ പൊന്നിക്കോ,
ഇക്കയുടെ വിരഹം എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കും. ഇക്ക, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞും കൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു കിന്നരി, ഒരു കുഞ്ഞാരി, ഒരു പെണ്ണുണ്ടായിരുന്നു, ഒരു പെണ്ണുപിള്ള. ഈ പെണ്ണുപിള്ളേനെ കുറിച്ച് ഞാൻ വിമർശിച്ച സമയത്ത് ഈ പെണ്ണുപിള്ള എന്ത് ചെയ്തെന്നറിയാമോ? ഈ പെണ്ണുപിള്ളയുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിൽ ഈ പെണ്ണുപിള്ള പരാതി കൊടുത്തു. എന്റെ പേരിലല്ല, എന്റെ ഭയങ്കര സുഹൃത്താണ് എന്ന് പറഞ്ഞും കൊണ്ട് ഈ ഡാഗിനിയുടെ പേരിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. സത്യത്തിൽ മക്കളെ, ഇത് ഈ വറ്റകളുടെ കളിയാണ് എന്ന് പോലും മനസ്സിലാവാത്ത മന്ദബുദ്ധിയായ ഞാൻ എന്ത് ചെയ്ത് എന്നറിയാമോ? ഈ സ്ത്രീക്ക് ഡബിൾ മുഖമാണ് കേട്ടോ. ഈ ഡാഗിനിക്ക് ഡബിൾ മുഖമാണ് ഉള്ളത്. അതായത് ലൈവിൽ വരുമ്പോൾ ഞാൻ ഉമ്ര ചെയ്ത് മടുത്ത ഒരു ഉമ്മയാണ് എന്ന് പറയും. ഇവര് നേരെ വാട്സപ്പിലോട്ട് വരുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് കലി തുള്ളിക്കൊണ്ടുവരണ ഒരു സ്ത്രീയാണ്. അതിന്റെ വോയിസ് ഒരെണ്ണം ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലത്തെ 10-200 വോയിസ് എന്റെ കയ്യിലുണ്ട് മക്കളെ. വേണമെങ്കിൽ ഞാൻ ഇടാം. അപ്പോഴത്തേക്ക് ഇവര് പ്രൈവസി കൊടുക്കും. അതുകൊണ്ടാണ് എനിക്കിത് മരണം വരെയും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പ്രൈവസി കൊടുത്ത. ഞാൻ വിടൂല്ല മക്കളെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത് എന്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. ഇവർ ഓടി വന്ന് എന്നെ അങ്ങ് പേടിപ്പിക്കാൻ തുടങ്ങി. അയ്യോ പൊത്തോ, എനിക്ക് ആ മക്കളില്ല, ഞാനൊരു 2 സ്റ്റെപ്പ് എടുത്തു വെച്ച കിതച്ച് ഞാൻ അങ്ങോട്ട് മരിക്കും, കിതച്ചിട്ട് ഞാൻ അങ്ങോട്ട് മരിക്കും. എനിക്ക് ആ മക്കളില്ല, എനിക്ക് ഇത്രയും ദൂരമൊന്നും എനിക്ക് പോവാനായിട്ട് പറ്റൂല എന്നും പറഞ്ഞു കണ്ട് കരഞ്ഞത് കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്തെന്നറിയാം? ഇവരുടെ നാട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു മക്കളെ എൻ്റെ ഒരു സുഹൃത്ത്. എൻ്റെ കഷ്ടകാലത്തിന് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളിൽ ഇയാളെ ഞാൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് വീട്ടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമായിരുന്നു. ആലുവയും പെരുമ്പാവൂരും അടുത്തടുത്തല്ലേ. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അങ്ങേരെ ഫോൺ നമ്പർ എടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഡാക്കിനി അമ്മൂമ്മ എന്താണ് ചെയ്തത് എന്നറിയാമോ? എന്റെ സുഹൃത്തായ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ അറിയണ്ട എന്നും പറഞ്ഞും കൊണ്ട് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് കുറച്ച് എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മക്കളെ, ഈ മന്ദബുദ്ധിയായ എന്റെ സുഹൃത്തുണ്ടല്ലോ, എന്റെ മന്ദബുദ്ധിയായ സുഹൃത്ത് അങ്ങ് കൊണ്ടുവന്ന് തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സത്യത്തിൽ ഒരു അപകടകരമായ കാര്യം തന്നെയല്ലേ? അതായത് നമ്മളൊരു ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ഇണ അറിയേണ്ടതുണ്ട്. എൻ്റെ ഇണ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഈ പൊട്ടൻ അത് ചെയ്യാതെ ഇത് ഇണ അറിഞ്ഞില്ല എന്നുള്ളതോ പോട്ട്, ഇങ്ങനെ ഫോൺ നമ്പർ ഞാൻ എന്തിനാണ് കൊടുത്തത്? പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട്. അവസാനം 2 ദിവസം കഴിഞ്ഞപ്പോൾ പറയും, പോലീസുകാരെ എൻ്റെ പേരിലുള്ള കേസ് വേണ്ടാന്ന് വെച്ചു അത്ര. അപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതായിരുന്നു മക്കളെ. എന്തായാലും ഈ പൊട്ടൻ ആ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് നല്ലൊരു എമൗണ്ട് ആ തള്ളക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൊടുത്തതിന്റെ ബേസില് ഈ സംഭവം ഞാൻ അറിയുന്നില്ല. സത്യത്തില് ഈ പാവം പിടിച്ച സ്ത്രീ ഉണ്ടല്ലോ, ഈ മക്കളെ ദുഃഖപുത്രിയായ സ്ത്രീയും ഈ തള്ളയും കൂട്ടൂസനും ഒക്കെ കൂടി ചേർന്നിട്ട് കൃത്യമായിട്ട് എന്നെയും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഐഷാ നെഹനെയും ഒരു ട്രാപ്പ് വെച്ചിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുപോയതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഐഷാ നെഹ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഐഷാ നെഹയുടെ ബയോഡേറ്റയൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കൃത്യമായിട്ട് ഞാൻ ഇടപെട്ടത് കൊണ്ട് അവളുടെ ബയോഡേറ്റ അവർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ പുന്നാരമോനുണ്ടല്ലോ, ഈ പുന്നാരമോൻ്റെ അടുത്ത് ഞാൻ 100,000 തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്രസ്സ്, പിന്നെ ഫാമിലി മാറ്റേഴ്സ്, ഇതൊന്നും സംസാരിക്കരുതേ എന്ന് പറഞ്ഞിട്ട് വലിയ നല്ല പിള്ള ചമഞ്ഞിട്ട് ചെയ്തതാണ്. പക്ഷെ നല്ല പാലും വെള്ളത്തിൽ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പണിയുടെ ഒടുവിൽ, ഈ പണിയുടെ അവസാനത്തിൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ദുഃഖപുത്രീനെ ഞാൻ വിമർശിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വാ അടയ്ക്കണമല്ലോ. എൻ്റെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവള് സത്യത്തിൽ എൻ്റെ സുഹൃത്തായ ഇദ്ദേഹത്തിന്
അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പൊ ഈ ഡാഗിനിയും കുട്ടൂസനും കൂടി എന്ത് ചെയ്തെന്നറിയാമോ? ഇങ്ങേരുടെ ഫോട്ടോ, ഇങ്ങേരുടെ ബയോഡേറ്റ, ഇങ്ങേരുടെ ഭാര്യയുടെ നമ്പർ എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ, രാമനാരായണ എന്നല്ലല്ലോ, അൽഹംദുലില്ലാ, അങ്ങനെയാണ് അവിടെ മാഷാ അല്ലാഹ് എന്തോ പറഞ്ഞുകൊണ്ട് ഒരു മൂലയ്ക്ക് അങ്ങോട്ട് ചെന്നിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല. പക്ഷെ പടച്ച തമ്പുരാൻ വലിയവനായതുകൊണ്ട് അവസാനം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഒക്കെ മനസ്സിലാക്കി കൊടുത്ത് ഇതിന്റെ ചരട് വലിക്കുന്നത് ഉമ്മർ തമ്പുരാട്ടിയാണ് എന്നുള്ള കാര്യം. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യത്തിനെ കുറിച്ചല്ല. അതായത് അങ്ങനെ ഈ എൻ്റെ സുഹൃത്തായ സ്നേഹതീരത്തിന്റെ അഡ്രസ്സ്, ബയോഡാറ്റ എല്ലായിടത്തും ഈ ദുഃഖപുത്രിക്ക് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തതെന്നറിയാമോ? ദുഃഖപുത്രി ഇങ്ങേരടുത്ത് പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ ഭാര്യ അറിയാതെ അവളോട് സംസാരിക്കാൻ പാടില്ല കേട്ടാന്ന് പറഞ്ഞ ഇവള് രാവും പകലും അങ്ങേരെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങേരെ വിളിക്കൽ മാത്രമല്ല, അങ്ങേരെ കയ്യിൽ നിന്ന് കുറെ പൈസ ഇവളും മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും മനുഷ്യർ പൊട്ടരാവോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ സ്ഥിരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരിങ്ങനെ ഒരു ചൂഷണക്കാരിയാണ്, സ്വന്തം മക്കളെ വരെ വിറ്റ് തിന്നുന്ന കഴുത ജന്തുവാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കൃത്യമായിട്ട് അവളുടെ വിലയിൽ, അത് മാത്രമല്ല ഇക്കമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വീക്ക്നെസ് ആണ്. ഇക്കമാരോട് അവൾക്ക് അവളുടെ ദുഃഖങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ല എങ്കിൽ ഭയങ്കര ബർത്തളക്കം വരും. ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കൃത്യമായിട്ട് എന്റെ സുഹൃത്ത് തന്നെ അവളുടെ കുട്ടുകത്തിന്റെ അകത്ത് എങ്ങനെ ചെന്ന് വീണ് എന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ആ പൈസ എന്തൊക്കെയോ പൈസയൊക്കെ അങ്ങേരും കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുക്കുന്നതിന് മുമ്പ്, ഈ പൈസയൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഇവളെ ഞാൻ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്റെ കാൽക്കൽ വീഴയാണ് ഇങ്ങേര്. എന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്താൽ എനിക്ക് നാണക്കേടാണ്, നിന്റെ പേരിന്റെ കൂടെ ചേർത്ത് എന്റെ പേര് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല, എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും. ഇങ്ങനെ തന്നെയാണ് ആ മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പോഴും ഞാൻ ഈ മനുഷ്യന് ഭയങ്കരമായ മെന്റൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. അത് മാത്രമല്ല എന്റെ ഭർത്താവും ഇദ്ദേഹത്തിന് മെന്റൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം ഒരു ദുർബല ഹൃദയനായത് കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവളോട് കോംപ്രമൈസ് ചെയ്തു, എങ്ങനെയെങ്കിലും അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ കൃത്യമായിട്ട് ഇവള് ചരടിട്ട് പിടിച്ചത് അങ്ങേരെ ആയിരുന്നു. അങ്ങേരെ കയ്യിൽ നിന്ന് പൈസകൾ മാറ്റി. ഈ പൈസ മാറ്റി എന്നുള്ളത് സത്യത്തില് എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ സാമ്പത്തിക ചൂഷണങ്ങൾക്ക് ഇരയാകുന്നു എന്നുള്ളത് എന്നെ ഭയങ്കരമായി വേദനിപ്പിക്കും. കാരണം എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് മാത്രമല്ല, കഷ്ടപ്പെടുന്നതിൻ്റെ വില എന്താണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റൊരാളുടെ അധ്വാനത്തിനെ ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ അത് തട്ടിപ്പുണ്ടാക്കി വലിച്ചെടുക്കുന്നു എന്നറിയുന്നത് എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഇദ്ദേഹത്തിന്റെ വൈഫിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സാമ്പത്തിക ചൂഷണം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അപ്പോഴും ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു. ഈ സമയത്ത് കൃത്യമായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇദ്ദേഹത്തിന്റെ വൈഫും ഇദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു മെന്റൽ സപ്പോർട്ട് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം അങ്ങനെ ഒരു കൃത്യത്തിലേക്ക് പോകാതിരുന്നത്. ഇല്ലെങ്കിൽ ഇന്ന് ഈ സംസാരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നിരിക്കും. യൂട്യൂബേഴ്സ് ആയിട്ടുള്ള മറ്റൊരാളും സംസാരിക്കില്ല ഈ ഒരു കാര്യത്തിനെ കുറിച്ച്. അപ്പോ സോഷ്യൽ മീഡിയയിൽ തന്റെ തട്ടിപ്പുകൾ നടത്താൻ വേണ്ടിയിട്ടും, ഈ പെണ്ണ്, ഈ ഷിംജിത എന്ന് പറയുന്ന പെൺകുട്ടി അവള് റീച്ചിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എങ്കിൽ ഇവിടെ തട്ടിപ്പുകൾക്ക് തടസ്സം നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ വിഷയങ്ങളിലൊന്നും യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരാളിനെ വലിച്ചിട്ട് 2 കുടുംബങ്ങളിൽ ജീവിക്കുന്ന എന്നെയും അദ്ദേഹത്തിനെയും ചേർത്ത് അവിഹിത കഥയുണ്ടാക്കി എന്റെ കുഞ്ഞിന്റെ പിതാവാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ഏൽപ്പിച്ച പോറലിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ലേടെ. എന്റെ അദ്ദേഹം മരണപ്പെടാത്തത് കൊണ്ടോ? സത്യത്തില് ഇതുപോലുള്ള ഒരുപാട് പെണ്ണുങ്ങൾ ഈ ലോകത്തുണ്ട്.
ഇതുപോലുള്ള ഒരുപാട്, അതായത് കുടുംബമായിട്ട് ജീവിക്കുന്ന, ഫാമിലി ആയിട്ട് ജീവിക്കുന്ന, അഭിമാനികളായിട്ട് ജീവിക്കുന്നവരുടെ അഭിമാനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ബാർഗീനിങ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും പണം തട്ടിപ്പ് നടത്തുന്ന, പണം തട്ടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ കൊണ്ടുവന്നിട്ട് ആറുമാദിക്കുന്ന ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട്, ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ഷിംജിതയിൽ അടങ്ങുന്നതല്ല ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. ഇത് നേർക്ക് നേർ ഞാൻ അനുഭവിച്ച കാര്യമാണ്. ഇത് നേർക്ക് നേർ ഞാൻ അനുഭവിച്ച കാര്യമാണ്. ഇതുപോലെ തന്നെ ഈ കുട്ടൂസനും ഒരു താടിക്കാരന്റെ വീഡിയോയിലെ ഫ്രണ്ടിൽ ചെന്നിട്ട് അയ്യോ അവര് തമ്മിൽ ഈ 3 വർഷത്തിന് മുമ്പാണ് പരിചയമായത്, ഈ 3 വർഷത്തിന് മുമ്പ് പരിചയമായതിനു ശേഷം അവർ ഒരുപാട് സാമ്പത്തിക ഇടപാട് അങ്ങോട്ട് നടത്തിയിട്ടുണ്ട്. കൂട്ടുകാരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ഇടപാട് നടത്തും. അത് ചോദ്യം ചെയ്യാൻ നീയൊക്കെ ആരാടാ? നീയൊക്കെ ആരാ? എന്റെ സൗഹൃദ ബന്ധത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ നീയൊക്കെ ആരാടാ? എന്ത് കരുതി നീയൊക്കെ എന്നെ കൊണ്ട് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഒന്നും പറയില്ല എന്ന് വിചാരിച്ചോ? ഞാൻ മരിക്കുന്നത് വരെ, ഞാൻ മരിക്കുന്നത് വരെ ഇവിടെയും നിങ്ങൾ എന്റെ വാടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചാൽ ഞാൻ അഭിനയിച്ചങ്ങോട്ടിടും. ഇടുവോടോ? അഭിനയിച്ച് ഞാൻ ഇടും. ശരിക്കും നിങ്ങൾ എൻ്റെ കുടുംബജീവിതത്തിലും ഈ സ്നേഹതീരം എന്ന് പറയുന്ന ആളുടെ കുടുംബജീവിതത്തിലും അടിച്ച് തകർത്ത് തിമിർത്ത് ആടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? കേവല പണത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ മുസ്ലിം അല്ല. എടോ ചെറ്റകളെ നോമ്പല്ലേ വരുന്നത്? ഞാൻ മുസ്ലിം അല്ല. പക്ഷേ ഈ പറയുന്ന സ്നേഹതീരം എന്ന് പറയുന്ന പുള്ളിക്കാരൻ മുസ്ലിമാണടോ. പൊരുത്തം വാങ്ങാൻ പറ്റുമെങ്കിൽ പോയി വാങ്ങിയിടോ. ചെറ്റെ വന്നിരുന്നെങ്കിൽ ഷിംജിത നീ അവന്റെ ജീവൻ നീ തിരിച്ചു കൊടുക്കോ? നീയൊക്കെ കാണിച്ച അക്രമത്തിന് അദ്ദേഹം അങ്ങനെ ചെയ്യാതിരുന്നത് ഞാനും എന്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ കൊടുത്ത മെന്റൽ സപ്പോർട്ട് കൊണ്ടാണ്. ആരെയാണോ ബോധിപ്പിക്കുന്നത്? തനിക്കൊക്കെ എന്ത് യോഗ്യതയാണോ ഉള്ളത്? ചേറ്റകളെ വന്നിരുന്ന് അഭിനയിക്കുന്നു.